പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഓമനാരാജൻ. ഞങ്ങൾ കുടുംബമായിട്ട് ഛത്തീസ്ഗഡ് ബിലാസ്പൂരിൽ താമസിക്കുന്നു. ഇന്ന് ദൈവം എന്നോട് സംസാരിച്ച വചനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങളെ ആക്കി വെച്ച സ്ഥാനത്ത് നിങ്ങൾ വിശ്വസ്തരായി മുന്നേറുന്നുണ്ടോ? അങ്ങനെ വിശ്വസ്തരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്ന ആ പദവിയിൽ നിങ്ങൾ നിലനിൽക്കും. സ്ഥിരമായി നിൽക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളിൽ നിന്ന് പറിച്ചെടുക്കും എന്ന് ഒരു സന്ദേശം പറയുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 ശമൂവേൽ 15:23 നമുക്ക് വായിക്കാം. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ വചനത്തിൽ കൂടെ നമുക്ക് എന്താണ് മക്കളെ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് ഒരു രാജാവിനെ കൊടുക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഒട്ടുമില്ലായിരുന്നു. എന്നാൽ അവർ നിർബന്ധപൂർവമായിട്ട് ഒരു രാജാവിനെ വേണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു രാജാവിനെ കൊടുത്തു. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് എന്താണ്? ദൈവം തന്നെ അവരുടെ രാജാവായി ഇരിക്കണമെന്നായിരുന്നു. എന്നാൽ ആ ആഗ്രഹം അവർ മുന്നോട്ട് വെച്ചപ്പോൾ ദൈവം അവർക്ക് ശൗലിനെ കൊടുത്തു. ശൗലിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അവൻ സ്വയമായിട്ട് അവനെ തന്നെ താഴ്ത്തി പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ഞാനൊരു ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവാകാൻ എന്തുള്ളൂ. ശൗൽ സ്വയമായിട്ട് തന്നെ താഴ്ത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അവൻ രാജാവായതിനു ശേഷം ദൈവത്തിൻ്റെ വചനത്തിനേക്കാൾ ജനത്തിൻ്റെ വാക്കുകളാണ് കേട്ടത് എന്ന് നമ്മളവിടെ വായിക്കുന്നു. 1 ശമൂവേൽ 15:24 നമ്മൾ വായിക്കുമ്പോൾ അവൻ ശമൂവേലിനോട് പറയുന്നു, ഞാൻ ജനത്തെ ഭയപ്പെട്ടു. ദൈവം അവരോട് പറഞ്ഞത് എന്താണ്? നീ അമാലേഖരോട് പോയി യുദ്ധം ചെയ്യണം, അവരെ പൂർണ്ണമായി നശിപ്പിക്കണം എന്ന് പറഞ്ഞു. അതാണ് ദൈവം അവനോട് പറഞ്ഞ വാക്ക്. അത് ശമൂവേൽ മുഖാന്തരമാണ് പറഞ്ഞത്. എന്നാൽ ആ വാക്കിനെ അവൻ ശ്രദ്ധിക്കാതെ ജനത്തെ ഭയപ്പെട്ട് ജനത്തിൻ്റെ വാക്കുകളെ കേട്ടിട്ട് അവിടെയുള്ള മേത്തരമായ ആടുമാടുകളെയും ഒക്കെ കൊണ്ടുവന്നു ഇസ്രയേലിൽ കൊണ്ടുവന്നിട്ട് ദൈവത്തിന് യാഗം കഴിപ്പിക്കാനാണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ അവിടെ വായിച്ചത്. അവൻ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാഞ്ഞതുകൊണ്ട് അവൻ്റെ രാജസ്ഥാനത്ത് നിന്ന് അവനെ പറിച്ചു മാറ്റുന്നതായിട്ടാണ്. വെറും 2 വർഷമാണ് അവൻ രാജാവായിട്ട് അഭിഷേകത്തോടുകൂടി ദൈവത്തിൻ്റെ ഹിതപ്രകാരം രാജസ്ഥാനത്തിൽ ഇരുന്നത്. എന്നാൽ മുഴുവനും ചെയ്തത് 40 വർഷക്കാലമായിരുന്നു. 2 വർഷത്തിന് ശേഷം ബാക്കി 38 വർഷവും യഹോവയുടെ അഭിഷേകം ഇല്ലാതാണ് അവിടെ ഭരണം നടത്തിയത്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അവൻ എന്തായി തീരുമെന്ന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മളെല്ലാം അത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായി തീരണം. ആ അവസ്ഥയിൽ ദൈവം നമ്മളെ കൊണ്ടുവരും. നമ്മൾ ശിംശോൻ്റെ ഭാഗം വായിക്കുന്നുണ്ടല്ലോ. അവൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ്റെ അമ്മ മച്ചിയായിരുന്നു. എന്നാൽ സ്വർഗദൂതൻ ശിംശോൻ്റെ മാതാവിന് വെളിപ്പെട്ടിട്ട് അവൻ ജനിക്കുമെന്നും അവനെ എങ്ങനെ വളർത്തണമെന്നും ആ മാതാവിനോട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അതുപോലെ നമ്മൾ വായിക്കുന്നു, എഫേസ്യ ലേഖനം 1:3 വായിക്കുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പാണ് ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പ് എപ്പോഴും മുതലേ ഉണ്ട്. നമ്മൾ ജനിച്ചു വളർന്നതിന് ശേഷമല്ല. നമ്മൾ മനസ്സിലാക്കി പറയണം, കർത്താവേ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. എന്നെ ഏത് പദവിയിലാക്കാൻ ആഗ്രഹിക്കുന്നോ ആ പദവിയിൽ നീ എന്നെ ആക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ലോകപ്രകാരം നോക്കുമ്പോൾ ഒരു വ്യക്തി മന്ത്രിയാകുന്നു, MLA ആകുന്നു, അങ്ങനെ പല പദവിയിൽ അവർക്ക് ലഭിക്കുന്നു എങ്കിലും അത് മനുഷ്യരാലാണ് നിയമിക്കപ്പെടുന്നത്. എങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ്? ദൈവമാണ്. അത് നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം 2:21 നമ്മൾക്ക് വായിക്കുവാൻ മനസ്സിലാക്കുന്നുണ്ട്.
ആ വചനം ഇപ്രകാരമാണ്: അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അപ്പം ഈ വചനത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. ഇവിടെ അവൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ലോകപ്രകാരമാണ് നമുക്കുള്ളൊരു പദവി കിട്ടുന്നതെങ്കിലും, സെക്കുലറായിട്ടുള്ള ഒരു പദവിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും, നമ്മൾ അതിൽ വിശ്വസ്തരായി നിൽക്കണമെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 13:1-2 നമ്മൾ വായിക്കുന്നത്: ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. പ്രിയരെ, നമ്മളിവിടെ റോമാലേഖനം 13:1 വായിച്ചത് എന്താണ്? ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് നമ്മൾ എപ്പോഴും കീഴടങ്ങിയിരിക്കണം. അത് മനുഷ്യരോടായാലും ദൈവത്തോടായാലും നമ്മളെപ്പോഴും കീഴ്പ്പെട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അവരെ നമ്മൾ അനുസരിക്കണം. ഒരു വ്യക്തി അധികാരത്തോട് മറക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ തീർച്ചയായിട്ടും നിഗളഭാവം വരുന്നതിനാണ് ആ വ്യക്തി പലപ്പോഴും അധികാരത്തോടെ മറക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4:6 നമ്മൾ വായിക്കുന്നത്: ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. 1 പത്രോസ് 5:5 നമ്മൾ ഈ വചനം വായിക്കുന്നുണ്ട്. ദൈവം എപ്പോഴും നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. സദൃശവാക്യം 16:18 നമ്മൾ വായിക്കുന്നു: നാശത്തിന് മുമ്പ് ഗർവവും വീഴ്ചയ്ക്ക് മുമ്പ് അഹങ്കാരമുള്ള മനസ്സും ഉണ്ടാവുന്നു. ഒരുപക്ഷെ നിങ്ങളെ ദൈവം ഒരു ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരിക്കും നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മുകളിലുള്ള ആൾക്കാരെ നമ്മൾ അംഗീകരിക്കുകയും അവർക്ക് അധീനതയിലായിരിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലോകപ്രകാരമാണ് നമുക്ക് പദവി കിട്ടിയിരിക്കുന്നത് എങ്കിൽ നമ്മുടെ മുകളിലുള്ള ആൾക്കാരെ നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് കീഴ്പ്പെട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു കുടുംബമായിരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും ആ ഒരു ബന്ധം നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുകയും ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടും സമാധാനപരമായിട്ടുമുള്ള ഒരു അനുഭവം ഉണ്ടാകേണ്ടതിന് കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തിലെ നായകൻ ഭർത്താവാണ്. അപ്പോൾ ആ ഭർത്താവിന് കീഴ്പ്പെടണം. ദൈവവചനം അതാണ് നമ്മളെ അനുശാസിക്കുന്നത്. ഭാര്യ ഒരിക്കലും ഒരു മേൽക്കോയ്മ കാണിക്കുവാൻ പാടില്ല. നീ ഭർത്താവായി വിളിക്കപ്പെട്ടുവോ? ഭർത്താവിൻ്റെ പ്രവൃത്തി വിശ്വസ്തനായിട്ട് നിന്ന് ഭാര്യയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. നീ ഭാര്യയായി വിളിക്കപ്പെട്ടുവോ? ഭാര്യയുടെ കർത്തവ്യം വിശ്വസ്തയോട് ചെയ്യുകയും കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുകയും ചെയ്യണം. ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയ്ക്ക് അല്ലെ ഒരു സ്ത്രീക്ക് വളരെ ഉത്തരവാദിത്തമാണ് ദൈവം തന്നിരിക്കുന്നത്. സദൃശവാക്യം 14:1 നമ്മൾ വായിക്കുന്നു: സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. അപ്പോൾ പ്രിയരെ, ദൈവം സ്ത്രീകളായ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് കുടുംബത്തിന്മേൽ തന്നിരിക്കുന്നത്. വിശേഷാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ, അവരെ ദൈവഭയത്തിൽ വളർത്തുന്നതിൽ പിതാവിനേക്കാൾ അപ്പുറമായിട്ട് മാതാവിൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ ദൈവഭയത്തിലും ദൈവവചനത്തിലും മുന്നോട്ട് വളർത്തുക എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കളോട് ഒരു കടമയുണ്ട്, കടപ്പാടുണ്ട്.
അവരെങ്ങനെ ആയിരിക്കണമെന്ന് ദൈവവചനം അനുശാസിക്കുന്നു. എഫേസ് ലേഖനം 6:1 മുതലുള്ള വചനം കുഞ്ഞുങ്ങളോട് പറയുന്നതാണ്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക് എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു. അപ്പം ഇതൊരു വാഗ്ദത്തത്തോടു കൂടിയ ഒരു കൽപ്പനയാണ് ദൈവം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. കർത്താവിൽ അനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണം. അതിൻ്റെ വാഗ്ദത്തം എന്താണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്? നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞ ഒരു ശബ്ദത്തിൽ അത് തീരുന്ന വാക്യം കൊണ്ട് തീരും. എന്നാൽ അത് നമ്മുടെ ജീവപര്യന്തം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളും പ്രായമാകും, നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെ പ്രായമായി അതുപോലെ ആ പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ട ഒരു കർത്തവ്യം മക്കൾക്കുണ്ട്. അവർ പഠിച്ച് അവരെ പഠിപ്പിക്കുകയും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു അവസ്ഥയിലായി അവർക്ക് വിവാഹമൊക്കെയും കഴിഞ്ഞ് അവർ കുടുംബസ്ഥരായി ജീവിക്കുമ്പോൾ ആ സമയത്ത് മക്കൾ എന്ത് ചെയ്യും? മാതാപിതാക്കളെ പൂർണ്ണമായിട്ട് മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. എന്നാൽ അവരെ വളർത്തിക്കൊണ്ട് വന്ന ആ ഒരു അനുഭവമോ ഒന്നും അവർ ഓർക്കുന്നില്ല. കാര്യം വചനവും അങ്ങനെ പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി അമ്മയപ്പന്മാരാണ് ചരതിച്ച് വെക്കേണ്ടതെന്ന്. എന്നാൽ ദൈവവചനം ഇവിടെ പറയുന്നുണ്ട്, മക്കൾമാരോട് പറയുന്നുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുക. ആ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അത് മക്കൾ വിവാഹം ആകുന്നിടം വരെയുള്ള ഒരു കാര്യമല്ല. ആ മക്കളുടെ ജീവപര്യന്തം അവരുടെ മാതാപിതാക്കളെ എത്ര നാൾ വരെ ജീവിച്ചിരിക്കുന്നുവോ ആ സമയം വരെ ആ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളത് മക്കൾക്കാണ് ഒരു നല്ല ഭാവിയും ദൈവത്താലുള്ള അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏത് മക്കളായിരുന്നാലും മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ഒരു സമയമാകുമ്പോൾ മാതാപിതാക്കൾക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യം ഉണ്ടാകത്തില്ല. ആ സമയത്ത് മക്കൾ അവരെ കരുതേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ ഏത് സ്ഥാനത്താണ് ദൈവം ആക്കിയിരിക്കുന്നത് ആ സ്ഥാനം നമ്മൾ വിശ്വസ്തയോടെ നിറവേറണം എന്നാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ശൗലിനെ കർത്താവ് ഇസ്രായേലിൻ്റെ രാജാവാക്കി. എന്നാൽ ആ രാജസ്ഥാനത്ത് അവന് അധികം നാൾ നിൽക്കുവാൻ കഴിഞ്ഞില്ല. വെറും 2 വർഷമാണ് നിന്നത്. അതിൻ്റെ കാരണം അവൻ ദൈവത്തെ അനുസരിച്ചില്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിന്നില്ല. ആ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ശമൂവേൽ മുഖാന്തരം ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതായിട്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നു. അപ്പോൾ ശൗല് വിശ്വസ്തനായിരുന്നില്ല, ദൈവത്തെ അനുസരിച്ചില്ല. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഒരിക്കലും വരരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വിശ്വസ്തരായിട്ട് ദൈവവചനപ്രകാരം ഡെയിലി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ നിൻ്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമേ, നിൻ്റെ ഹിതമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കരുത്, നിൻ്റെ ഇഷ്ടപ്രകാരം. ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മളെ ഡെയിലി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ പ്രകാരം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. 1 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനയുടെ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ താഴെ മെസ്സേജ് ഇടുക. പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ മെസ്സേജ് ഇടണം. അല്ലെങ്കിലും ഒരു പ്രൈസ് ദി ലോർഡ് അടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് കാണുവാൻ പ്രചോദനമാവും. നിങ്ങൾ വീഡിയോയുടെ അടിയിൽ ലൈക്ക് ചെയ്താൽ എനിക്കൊരു സപ്പോർട്ടായിത്തീരും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ വളരുവാൻ ഇടയാകും.
അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വേലയിൽ നിങ്ങളും ഒരു കർത്താവിൻ്റെ കൂട്ടവകാശികളാണ്. സ്തോത്രം. ഒരു മിനിറ്റ് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. മഹിമ മഹിമ, സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ. രക്തം ജയ, രക്തം ജയ, രക്തം ജയ, രക്തം ജയ, രക്തം ജയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയനടുത്ത് വരുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. രാജാതി രാജാവിന് സ്തോത്രം, കർത്താതി കർത്താവിന് സ്തോത്രം. മഹിമയ്ക്ക് യോഗ്യനായ കർത്താവെ, സ്തുതിക്ക് യോഗ്യനായ കർത്താവെ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവെ രോഗികളായിട്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ ഭവനത്തിൽ നിരാശയായിട്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ട് നീ സമാധാനത്തെ കൊടുക്കണമേ. ഏത് വിഷയത്തിന് മുമ്പാകെ ഭാരപ്പെടുന്നെങ്കിലും ആ വിഷയത്തിന്മേലൊരു ഹല്ലേലൂയ മറുപടി കൊടുക്കുമെന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.